അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ഷൊർണൂർ നഗരസഭയിൽ തെരുവുനായ വിഷയത്തിൽ ദീർഘവീക്ഷണവും കാര്യക്ഷമവുമില്ലാതെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന ആരോപണവുമായി BJP. ഷൊർണൂർ നഗരസഭയിൽ തെരുവുനായ വിഷയത്തിൽ ദീർഘവീക്ഷണവും കാര്യക്ഷമവുമില്ലാതെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന ആരോപണവുമായി BJP. ഫണ്ട് വാങ്ങിയെടുക്കാൻ വേണ്ടി ആത്മാർത്ഥതയില്ലാതെ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് നഗരസഭ ചെയ്യുന്നത്. 5 സെന്റ് സ്ഥലത്ത് എങ്ങനെയാണ് ഷെൽട്ടർ നിർമ്മിക്കുകയെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കണമെന്നും BJP പറഞ്ഞു. ഷൊർണൂർ നഗരസഭ CPM ഭരണസമിതി ഷൊർണൂരിലെ ജനങ്ങളെ ഓരോ ദിവസം കഴിയുന്നതും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഷൊർണൂരിലെ തെരുവ് നായക്കളെക്കാൾ ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഷൊർണൂരിലെ CPM ഭരണസമിതി. കഴിഞ്ഞ ദിവസം പേവിഷബാധ ബാധിച്ച നായ 3 ആളുകളെ കടിക്കുകയും ആ കടിച്ച നായ മരണപ്പെടുകയും ചെയ്തു. ഇവിടെ ചെയർപേഴ്സൺ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതിൽ BJP ആണ് അതിന് വേണ്ട ഷെൽട്ടർ വരുന്നതിന് തടസ്സമെന്നത്. ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ഇവിടുത്തെ ഭരണസമിതി ജനങ്ങളോട് നുണ പറയാതെ സത്യസന്ധമായി പറയണം, എവിടെയാണ് ഷെൽട്ടർ തുടങ്ങാൻ പോകുന്നത്, നഗരസഭയുടെ ഏത് സ്ഥലത്താണ് ഷെൽട്ടർ തുടങ്ങാൻ പോകുന്നത്. മുണ്ടായയിൽ സ്ഥലം കണ്ടെത്തി എന്ന് പറയുന്നു, അത് നഗരസഭയുടെ സ്ഥലമാണോ? ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം. ആ സ്ഥലം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പൊതു ശ്മശാനത്തിന് വേണ്ടി വിട്ടുകൊടുത്തതാണ്. ഉണ്ടായ ഗണേശഗിരി, പരുത്തിപ്ര മേഖലയിൽപ്പെട്ട ആളുകൾ അവർ ഇപ്പോഴും ശ്മശാനമായി ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ആ പ്രദേശവാസികൾക്ക് വൈകാരികമായി ബന്ധമുള്ള ഏതാണ്ട് 30-35 സെന്റ് സ്ഥലമുള്ള ആ പ്രദേശത്തെ 5 സെന്റ് സ്ഥലം, അത് 5 സെന്റ് സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് ഷെൽട്ടർ പണിയാനാണ് നഗരസഭ ആലോചിച്ചതെന്ന് പറഞ്ഞു കേൾക്കുന്നു. നിലവിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് നഗരസഭ ഷെൽട്ടറിനായി കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഒരു വ്യക്തി പൊതു ശ്മശാനത്തിന് വേണ്ടി വിട്ടു നൽകിയതാണ്. നഗരസഭയുടെ സ്ഥലങ്ങൾ ഉണ്ടായിട്ടും ജനവാസ മേഖലയിൽ ഷെൽട്ടർ ഹോം പദ്ധതി കൊണ്ടുവരുന്നതിൽ ജനങ്ങളാണ് ആദ്യം എതിർത്തത്. അത് BJPയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ഭരണസമിതി ചെയ്തതെന്നാണ് BJP പറയുന്നത്. ഷെൽട്ടർ ഹോമിന് വേണ്ടിയുള്ള എല്ലാ സർക്കാർ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് നഗരസഭ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്നും BJP പ്രതിപക്ഷ നേതാവ് EP നന്ദകുമാർ പറഞ്ഞു. BJP കൌൺസിലർമാരായ K നാരായണൻ, ഗോപകുമാർ, BJP വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി P പ്രസാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്തിനോ വേണ്ടി ആർക്കെങ്കിലും വേണ്ടി ഒരു പദ്ധതി തുടങ്ങുക, ആ പദ്ധതി തുടങ്ങിയതിലൂടെ കിട്ടാവുന്ന ഫണ്ടുകൾ വാങ്ങിയെടുക്കുക എന്നത് മാത്രമാണ് നഗരസഭ ഇന്നത്തെ ഭരണാധികാരികളുടെ ലക്ഷ്യം. അതല്ലാതെ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇതിലില്ല. അങ്ങനെ ആത്മാർത്ഥതയുള്ള ഭരണസമിതിയാണെങ്കിൽ നഗരസഭയ്ക്ക് കീഴിലുള്ള നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള എത്ര സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിൽ അവർക്ക് ഇതിനുള്ള ഷെൽട്ടർ പണിയാമായിരുന്നു. അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാതെ നിലവിൽ സർക്കാർ മാനദണ്ഡങ്ങളിലെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ജനവാസ മേഖലയിലാണ് ഷെൽട്ടർ പണിയാൻ ഉദ്ദേശിക്കുന്നത്. ആ ജനവാസ മേഖലയിൽ ഷെൽട്ടർ പണിയുന്ന സമയത്ത് സ്വാഭാവികമായും അവിടുത്തെ ജനപ്രതിനിധി അവിടുത്തെ നാട്ടുകാരുടെ കൂടെ നിൽക്കണം. ആ നാട്ടുകാരുടെ കൂടെ അവിടുത്തെ ജനപ്രതിനിധി നിന്നു. അതിന്റെ ഭാഗമായി അവിടുത്തെ പ്രദേശവാസികൾ ഒപ്പുശേഖരം നടത്തി. മറ്റാർക്കുമല്ല കൊടുത്തത്, ബന്ധപ്പെട്ട നഗരസഭയുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് കൊടുത്തത്. അതിൽ BJP ഉറച്ചു നിൽക്കുന്നു. ജനവാസ മേഖലയിൽ ഈ ഷെൽട്ടർ പണിയാൻ പാടില്ല. അത് ഞങ്ങളുടെ അടുത്ത തീരുമാനമല്ല, അത് സർക്കാർ മാനദണ്ഡങ്ങളാണത്. ജനവാസ മേഖലയിൽ തുടങ്ങാൻ പാടില്ല. അടുത്തൊരു ആരോപണം ചെയർപേഴ്സൺ പറഞ്ഞു, അവിടെ സ്വകാര്യ വ്യക്തി അവിടെ ഒരു ഷെൽട്ടർ അയാൾ തുടങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ സ്വകാര്യ വ്യക്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിർത്തലാക്കാൻ എന്തുകൊണ്ട് നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല ഇതുവരെ? ന്യൂസ് ഡെസ്ക് CCV.